നമസ്തേ. കഴിഞ്ഞ മാർച്ച് 29-ന് ശനി ഗോചരവശാൽ കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് സഞ്ചരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പൂരോരുട്ടാതിയുടെ അവസാന പദത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഗ്രഹനില നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് എഴുതിയിരിക്കുന്നത് മീനൻ രാശിയിലെ പൂരോരുട്ടാതി നക്ഷത്രത്തിലായിരിക്കും. പൂരോരുട്ടാതിയുടെ നക്ഷത്രം. ഇനി അതിൽ സഞ്ചരിക്കാനുള്ളത് ഉത്രട്ടാതി, രേവതി എന്ന് പറയുന്ന രണ്ട് നക്ഷത്രങ്ങൾ കൂടിയാണ്. അപ്പോൾ 7.5 ശനി എന്ന് പറയുന്ന പ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. 7.5 ശനി എന്ന് പറയുന്നത് ശനി സഞ്ചരിക്കുന്ന രാശി, അതായത് മീനം രാശിയും അതിന് മുമ്പുള്ള സഞ്ചരിക്കാനുള്ള രാശി മേടം രാശിയും സഞ്ചരിച്ച് കഴിഞ്ഞ രാശി കുംഭൻ രാശിയും. ഈ 3 രാശികൾ 7.5 വർഷത്തിൽ ശനി സഞ്ചരിക്കുന്ന രാശികളാണ്. ഈ രാശികളെയാണ് 7.5 ശനി ദോഷം ബാധിക്കുക. പ്രധാനമായിട്ടും അവിട്ടം, ചതയം, പൂരോരട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, കാല എന്ന് പറയുന്ന ഇത്രയും നക്ഷത്രങ്ങളെ ആണ് ശനി ദോഷം ബാധിക്കുന്നത്. അത് 3 തരത്തിലാണ് ബാധിക്കുക. ശനി 12-ൽ നിൽക്കുന്ന മേടം രാശിക്കാർക്ക് ശനി വിരയമായിട്ടാണ്. ചെലവ് വർദ്ധിക്കും, നഷ്ടങ്ങളുണ്ടാവും, സാമ്പത്തിക ബാധ്യതകളുണ്ടാവും, സാമ്പത്തികമായ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സംഭവിക്കുക. മീനം രാശിയിൽ നിൽക്കുന്ന ജന്മശനി മനസ്സിനെയും ശരീരത്തിനെയും പീഡിപ്പിക്കും. മനോപീഡ, ശരീരപീഡ, ദുഃഖം, ദുരിതം, വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടിട്ടുള്ള പീഡകൾ, അങ്ങനെ മനസ്സിനെയും നമ്മളറിയാതെ മനസ്സിനെയും ശരീരത്തിനെയും പീഡിപ്പിക്കുന്ന ഒരു ഇതാണ് ജന്മശനി എന്ന് പറയുന്നത്. അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് പൈസ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ മറ്റ് ശത്രുക്കളുണ്ടാവുക, ജയിൽവാസം പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ്, അതായത് നമുക്ക് മനസ്സിന് പീഡ തരുന്ന, നമുക്ക് അഭിമാനങ്ങൾ നഷ്ടം വരുന്ന, നമുക്ക് അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ, നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്ന തരത്തിൽ, വേണ്ടപ്പെട്ടവരുടെ വേർപാട്, ഇങ്ങനെയൊക്കെയാണ് ജന്മശനിയായിട്ട് സംഭവിക്കുന്നത്. 12-ലെ ശനി സംഭവിക്കുന്നത് അങ്ങനെയാണ്. 2-ൽ ശനി എന്ന് പറയുന്നത് കുംഭരാശിക്കാർക്കാണ്. 2-ൽ ശനി. ജന്മശനി പറയുന്നത് മീനരാശിക്കാർക്കാണ്. 12-ലെ കുംഭരാശി എന്ന് പറയുന്നത് അവിട്ടം, ചതയം, പൂരോരുട്ടാതി നക്ഷത്രം. ജന്മശനി എന്ന് പറയുന്നത് ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കാണ് പ്രധാനമായിട്ടും. അപ്പോൾ 2-ലെ ശനി എന്ന് പറയുന്നത് കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുക. സത്യത്തിൽ 12 ജന്മശനി കഴിഞ്ഞു, രോഗം, ദുരിതം, ദുഃഖം കഴിഞ്ഞു, അതൊന്നൊരു വിടയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ സാമ്പത്തികമായിട്ട് കുടുംബം അപ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് കുംഭരാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബവുമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, കുടുംബം ചേരാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വിദേശത്താവും, വിദേശത്ത് കുടുംബത്തേക്ക് എത്തിപ്പെടാനുള്ള, മിക്കവാറും 7.5 ശനി സമയത്ത് വിരയം ഉണ്ടാവും. മിക്കവാറും ആളുകൾ വിദേശത്ത് പോകാൻ യോഗമുള്ളവരൊക്കെ 7.5 ശനി സമയത്ത് വിദേശത്ത് പോവും. കുട്ടികൾ വിവാഹം കഴിച്ചിട്ട് വേർപിരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴും നമുക്കൊരു വേർപാടാണ് വരിക. പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ളവരൊക്കെ 7.5 ശനി സമയത്ത് സന്താനങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കും. കാര്യം അവരെയായിട്ട് പിരിയണം. ആ പിരിയുന്നൊരു ദുഃഖം നമുക്ക് തരണം. അങ്ങനെ ജന്മശനി സമയത്ത്, 7.5 ശനി സമയത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പണമുള്ളവന്, കോടീശ്വരന്മാർക്ക്, ധനവാന്മാർക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന്. അതിനുള്ളൊരു ഉത്തരമാണ്, അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. അതായത് സാധാരണഗതിയിൽ നമ്മുടെ മുന്നിൽ പണമുള്ളവന് ദോഷങ്ങളൊന്നും പുറത്ത് കാണലില്ല. പക്ഷേ ഇപ്പം നടക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. എമ്പുരാൻ എന്ന് പറഞ്ഞ പടം 27-ാം തീയതി റിലീസായി. എമ്പുരാൻ എന്ന പടം ഇന്ന് കോൺട്രവേഴ്സിയാണ്. അതായത് ജനങ്ങളുടെ മുന്നിൽ പലതരം അഭിപ്രായം, 150 കോടി ജനങ്ങളുണ്ടാകുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ ആ ഒരു പലതരം അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് ആ എമ്പുരാൻ ഒരുപാട് പ്രചാരം നേടിയ പടമാണ്. അപ്പോൾ അതിലേറ്റവും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഗുണമാർക്കാണ് ശ്രമിച്ചു വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിനാണ്. ദോഷമാർക്കാണെന്ന് ചോദിച്ചാൽ അതും മോഹൻലാലിനാണ്. പ്രത്യേകിച്ചും മോഹൻലാൽ ഒരു സാത്വിക ഗുണമുള്ള വ്യക്തിയാണ്. സാത്വിക ഗുണസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള മോഹൻലാലിന് രേവതി നക്ഷത്രമാണ് എന്നുള്ളതാണ്. രേവതി നക്ഷത്രത്തിലാണ് മോഹൻലാലിൻ്റെ ജനനം. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് ജന്മശനിയാണ്. നിങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് ജന്മശനിയാണെന്ന് മനസ്സിലാക്കണം. ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കാണ് ജന്മശനി വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള 2.5 വർഷം അദ്ദേഹത്തിന് വിരയശനിയായിരുന്നു. 7.5 ശനിയിൽ 12-ൽ ശനി സഞ്ചരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എമ്പുരാൻ്റെ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് സിനിമയെക്കുറിച്ച് ജാതകത്തിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. ജാതകം എന്ന് പറയുന്നത് ജീവനും വികാരവും വിചാരങ്ങളുള്ള ജീവനായ മനുഷ്യന് മാത്രമുള്ളതാണ്. അത് കൃത്യമായി തന്നെ പഞ്ചഭൂതാധിഷ്ഠിതമായിട്ടുള്ള നിലപാടിലാണ് ജ്യോതിഷം. അല്ലാതെ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജാതകവും ജ്യോതിഷവും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാരനായ മോഹൻലാലിന്
കഴിഞ്ഞ 2.5 വർഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം, വിരയഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പടങ്ങളൊന്നും സത്യത്തിൽ വിജയിച്ചില്ല എന്നുള്ളതാണ്. മലൈക്കോട്ടെ വല്യപ്പനാണെങ്കിലും ബറോസ് ആണെങ്കിലും അദ്ദേഹത്തിന് ആ ബറോസൊക്കെ എടുക്കാൻ തോന്നുന്നത് വിരയശനി കാരണമാണ്. ധനം നഷ്ടപ്പെട്ടേ പറ്റൂ. അവിടെ ഒരു മോഹം നമുക്ക് തോന്നും. ധനം നഷ്ടപ്പെടുത്താൻ നമുക്കൊരു തോന്നലുണ്ടാവും. നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. ഗ്രഹങ്ങളുടെ സ്വാധീനം അങ്ങനെയാണ് വരുന്നത്. പ്രത്യേകിച്ചും ദശ കൂടി നോക്കണം. മോഹൻലാലിന് രാഹുദശയിൽ ഗുരുവിൻ്റെ അപഹാരം നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജാതകം, അവൈലബിൾ ആയിട്ടുള്ള ജാതകം നമുക്ക് സ്ക്രീനിൽ കാണാം. മോഹൻലാലിന് രാഹുദശയിൽ ഗുരുവിൻ്റെ അപഹാരമാണ്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ ഗോചരകാര്യം തന്നെ പറയാം. 12 വിരയശനി ധനനാശം ഉണ്ടാക്കും എന്ന് പറഞ്ഞതിന് ഉദാഹരണമായിട്ടാണ് മോഹൻലാലിൻ്റെ കഴിഞ്ഞ പടങ്ങളെല്ലാം. ബറോസിലുണ്ടായ സാമ്പത്തിക നഷ്ടം, അതിന് മുമ്പുണ്ടായിട്ടുള്ള മലൈക്കോട്ടെ വല്യപ്പൻ, അങ്ങനെ അദ്ദേഹം തന്നെയാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള കുറേ പടങ്ങളാണ് കഴിഞ്ഞ 2.5 വർഷത്തോളം അദ്ദേഹം ചെയ്തത്. എല്ലാം മൊത്തമല്ല, അതിൽ ദശാപഹാര ചിത്രങ്ങളൊക്കെ പ്രധാനമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ജന്മശനിയാണ്. ഇവിടെ സാമ്പത്തിക നഷ്ടത്തിനേക്കാൾ 12 ശനി ജന്മത്തിലേക്ക് വന്നു. ഇനി എന്ത് സംഭവിക്കും പറഞ്ഞാൽ, മനസ്സിനും ശരീരത്തിനും പീഡ, ദുഃഖം, ദുരിതം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹത്തിന് കൂടുതലുണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിന് എമ്പുരാൻ സാമ്പത്തിക വിജയമായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് അത് ഒരു കാരണവുമില്ലാതെ ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുകയും അദ്ദേഹത്തിന് മാനസിക ബുദ്ധിമുട്ട്, ഇതുവരെ ഉണ്ടാവാത്ത ഒരു മാനസിക സമ്മർദ്ദം, ടെൻഷൻ. അദ്ദേഹം ഒരു സാത്വികനായിട്ടുള്ള വ്യക്തിയായതുകൊണ്ടാണ് അത്രയും പ്രശ്നം. അതിൻ്റെ വേറെ സംവിധായകനോ മറ്റുള്ളവരോ ഒന്നും സാത്വികരല്ല. അവർക്കൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. രജോ ഗുണസ്ഥരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അദ്ദേഹം സാത്വികനാണ്. അദ്ദേഹത്തിൻ്റെ ജാതകം അതുകൊണ്ടാണ്, അങ്ങനെയാണ് ജാതകം കിടക്കുന്നത്. ആ സാത്വികത്വം കാരണം അദ്ദേഹത്തിന് ആ മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റാതെയാവും. അപ്പോൾ അതൊന്നും ഒരു മാനസിക വിഷമം ഉണ്ടാകും. ജന്മശനിയുടെ പ്രധാനമാണത്. ഇതിന് ഒരു കാരണം കൂടിയുണ്ട്. ശത്രുക്കളുടെ ഒരു അറ്റാക്ക് ഉണ്ടാവാൻ ഒരു കാരണം, ശത്രുത ഉണ്ടാവാൻ കാരണം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാവുകയാണ്. അതിനൊരു കാരണം, അദ്ദേഹത്തിന് നടക്കുന്നത് രാഹുദശയാണ്. ജാതകം അദ്ദേഹത്തിൻ്റെ സ്ക്രീനിലുണ്ട്. രാഹുദശയിലെ ഗുരുവിൻ്റെ അപഹാരമാണ്. തുലാലഗ്നമാണ് അദ്ദേഹത്തിൻ്റെ ഈ ജാതകത്തിൽ കാണുന്നത്. അപ്പോൾ ജാതകത്തിൽ തന്നെ രാഹുദശയിൽ, രാഹു എന്ന് പറയുന്നത് ചിങ്ങത്തിൽ നിൽക്കുന്ന, ഇഷ്ടമല്ലാത്ത ക്ഷേത്രത്തിൽ നിൽക്കുന്ന രാഹുവാണ്. മാത്രമല്ല ചിങ്ങത്തിൻ്റെ നാഥൻ ഇഷ്ടമല്ലാത്ത ഇടവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഇടവത്തിൽ നിൽക്കുന്ന സൂര്യനാണ്. അതും ആ ഫലമാണ്, അതായത് അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ഫലമാണ് രാഹു തരുന്നത്. അപഹാരനാഥനാണെങ്കിൽ ഗുരുവാണ്. ഗുരു 3ലാണ് നിൽക്കുന്നത്. പക്ഷേ 6ാം ഭാവം അധിപനും കൂടിയാണ്. 3, 6 ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ഗുരു. അപ്പോൾ 6, 8, 12 ഭാവബന്ധം വന്ന ഒരു അപഹാര സമയമാണ്. ഏകദേശം 2026 നവംബർ 14 വരെയുണ്ട് അദ്ദേഹത്തിനിത്. ഈ സമയത്ത് അദ്ദേഹത്തിന് ശത്രുത വർദ്ധിക്കും, ദുഃഖം, ദുരിതം, അങ്ങനെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ഇത്രയും വലിയൊരാൾക്ക് പോലും അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ അധികം ദുഃഖവും അല്ലെങ്കിൽ പ്രഷറും ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ. അതാണ് ശനിയുടെ ശക്തി എന്ന് പറയുന്നത്. ഗോചര ശനി. അപ്പോൾ ഗോചര ഫലത്തിൻ്റെ ശക്തി വെറും ഗോചര ഫലമാണ്. അദ്ദേഹത്തിന് സമയാനുകൂലം, അതായത് ദശാപഹാര അനുകൂലമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല. അത് വേറൊരു കാര്യം. പിന്നെ ചന്ദ്രന് പൂർണ്ണ ഫലം ഉണ്ടെങ്കിലും എല്ലാവും ശനി ദോഷമുള്ളവർക്കും ശനിയുള്ളവർക്കും ദോഷം വരില്ല. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, അത് വരില്ല. ചന്ദ്രൻ പൗർണമിയോട് അടുത്ത് ജനിച്ചവർക്ക് ആർക്കും ഈ ദോഷം ഇത്ര ഫലമായിട്ട് വരില്ല. മാത്രമല്ല ഇവിടെ ദശാദോഷം കൂടി ഇദ്ദേഹത്തിന് വന്നു എന്നുള്ളതാണ്. ദശാദോഷം കൂടിയും വന്നു. ശരിക്കും 6, 8 ബന്ധം വന്ന ദശകളാണ്. 8ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ബലം കൊടുക്കുന്ന രാഹുവിന് സ്വന്തമായിട്ടൊരു ബലമില്ല. ഏത് രാശിയിലാണോ നിൽക്കുന്ന ആ രാശിയുടെ നാഥൻ്റെ ബലം തരിക. അത് 11ാം ഭാവത്തിൽ നിൽക്കുന്നെങ്കിലും 8ലാണ് രവി നിൽക്കുന്നത്. അതുകൊണ്ട് 8ാം ഭാവ ബലമാണ് രാഹു കൂടുതൽ കൊടുക്കുന്നത്. ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഗുരു എവിടെ നിന്നാണ് നിൽക്കുന്നത്? 3ൽ നിന്നിട്ടുള്ള 3ഉം 6ഉം ഭാവത്തിൻ്റെ ആധിപത്യം കൊടുത്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കിടക്കുന്ന 6, 3, 8 ഭാവങ്ങൾ, 11 ഭാവങ്ങൾ. ലാഭമുണ്ട്, കീർത്തിയുണ്ട്, അതുപോലെ തന്നെ രോഗം, ദുരിതം, കടം, ശത്രു അതുണ്ട്, അതുപോലെ അധപതനമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 4 കാര്യം കൊടുക്കണം അദ്ദേഹത്തിന്. അപ്പോൾ ആ 4 കാര്യം കൊടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ധനലാഭം, ധനത്തിന് ദോഷം വരില്ല, കീർത്തിക്ക് ദോഷം വരില്ല. പക്ഷെ ആ കീർത്തി ദുഷ്കീർത്തിയും അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ്. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ വളരെ സക്സസ് ആയിട്ട് ലോകം മൊത്തം ഒരു നല്ല കീർത്തിയായിട്ടുള്ള പടമായി. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ദുഃഖം തരുന്ന തരത്തിൽ ആ പടം മാറിപ്പോവുകയും ചെയ്തു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏഴര ശനി സാധാരണക്കാർക്ക് മാത്രമല്ല എല്ലാവരെയും ബാധിക്കും.
പ്രത്യേകിച്ചും ചന്ദ്രൻ പൗർണമിയോട് അടുത്ത് ജനിക്കാത്ത ആളുകൾക്കൊക്കെ ഇത് കൂടുതലായിട്ട് ബാധിക്കും. ദശ അപഹാരങ്ങൾ അനുകൂലമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ രാഹുദശ വരെ കുഴപ്പമൊന്നുമില്ല. രാഹുദശ എന്ന് പറയുന്നത് 11-ലെ രാഹുവാണ്. പക്ഷേ 8-ൽ നിൽക്കുന്ന സൂര്യൻ്റെ വിലയെ കൊടുക്കുക. 8-ൽ സൂര്യ ബുധൻ നിൽക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് അറിയപ്പെടാത്തവരിൽ നിന്ന് ധനമായിരുന്നു സംഭവിച്ചിരുന്നത്. അതാണ് സൂര്യൻ്റെ ബലം. സൂര്യൻ നല്ല ബലത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ അഷ്ടമബന്ധം വന്നുകൊണ്ട് ദുഃഖം കൊടുക്കുന്ന ഒരു സ്വഭാവം സൂര്യനുണ്ട്. ആ രാഹു ആ സൂര്യൻ്റെ സ്വഭാവമാണ് കാണിക്കുക. പ്ലസ് 6-ാം ഭാവാധിപത്യം വഹിച്ചിട്ടുള്ള ഗുരുവിൻ്റെ അപഹാരം കൂടി വരുന്നതുകൊണ്ട് 6-8 ബന്ധം വരുന്ന ദശാപഹാര ചിത്രങ്ങൾ എപ്പോഴും നമുക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതം, ശരീരപീഡ, ദുഃഖം, മനസ്സിനോ ശരീരത്തിനോ രോഗമാവാം, ദുഃഖമാവാം, ദുരിതമാവാം, വേണ്ടപ്പെട്ടവരുടെ വേർപാടാവാം, ഇതെല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ്. അതിന് ഒരു വലിയ ആളുകൾക്കും ചെറിയ ആളുകൾക്കും ഒരുപോലെ ഇത് സംഭവ്യമാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇത് എമ്പുരാനും ഏഴര ശനിയും എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഇതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.